ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിലൊരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഈ രാജ്യത്തുള്ളൂ. അതിലൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയും മറ്റൊന്ന് ശിവസേനയുമാണ്. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഫലമായി BJP എന്ന പാർട്ടിയെ രാമൻ്റെ പാർട്ടി എന്ന് വിളിച്ച് അവഹേളിക്കാനായിരുന്നു ഈ രാജ്യത്തെ BJP ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ ഒഴിച്ചുള്ള എല്ലാ സംഘടനാ പ്രവർത്തകരുടെയും ശ്രമം. ഏറെക്കാലം അവഹേളനങ്ങൾ സഹിച്ചു. നിങ്ങൾക്കിതേ ഉള്ളോ പറയാൻ, രാമനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ ക്ഷേത്രം ഉയരില്ല, അങ്ങനെ അനവധി കാര്യങ്ങൾ, ഒരുപാട് അവഹേളനങ്ങൾ രാമൻ്റെ പേരിൽ ഏറ്റ പാർട്ടി പ്രവർത്തകരാണ് BJPയുടെയും ശിവസേനയുടെയും ഒക്കെ, ഒപ്പം തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകർ. നമ്മൾ പുരാണങ്ങളിൽ പരതുമ്പോൾ ശ്രീരാമചന്ദ്രനും കഷ്ടകാലമുണ്ടായിരുന്നു, വനവാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീരാമനെ കൊണ്ട് കിടന്ന BJPക്കും വനവാസവും കഷ്ടകാലവുമൊക്കെ ഉണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെത്തുകയും പട്ടാഭിഷേകം നടത്തുകയും ചെയ്ത പോലെ ഇപ്പോൾ BJPയും ആ ഒരു നിലയിലേക്ക് മാറി. കാലം മാറിയപ്പോൾ രാമനെ കുറ്റം പറഞ്ഞവർ ഇന്ന് രാമൻ്റെ ക്ഷേത്രത്തിലെത്താൻ ക്യൂ നിൽക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. പാവമായ രാമൻ, മര്യാദ പുരുഷോത്തമനായ രാമൻ, ഈ രാമനെ തള്ളിക്കളഞ്ഞവർ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ടൈംസ് നൗവിൽ നടന്ന ഒരു ചർച്ചയിൽ അതിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നിരയിലുള്ള പലരും പറയുന്നു, ഇത്രയും ഹൈപ്പ് എന്തിനാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നൽകുന്നില്ലെങ്കിൽ ആ ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നതിന് എന്തിനാണ് ഇത്രയും വലിയ ആഘോഷ പരിപാടികൾ? ഇന്നിപ്പോൾ രാജ്യത്ത് മുക്കിലും മൂലയിലുമൊക്കെ അയോധ്യ ക്ഷേത്രം മാത്രമേ കേൾക്കാനുള്ളൂ. എല്ലായിടങ്ങളിൽ നിന്നും ഭക്തർ അയോധ്യയിലേക്ക് ഒഴുകുന്ന കാര്യം മാത്രമാണ് കേൾക്കുന്നത്. അയോധ്യയിലെ വിശേഷങ്ങൾ മാത്രമാണ് എല്ലാ മാധ്യമങ്ങളിലും. ഇത് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പോക്കാണ് എന്ന്. ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഒരു രാമക്ഷേത്രം ഉയർന്നപ്പോൾ തന്നെ നിങ്ങൾ ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ ഇനി കിടക്കുന്ന കാശിയും ഒപ്പം തന്നെ മധുരയുമൊക്കെ വരുമ്പോൾ തലതല്ലി മരിക്കാനേ പറ്റൂ എന്നേ പറയാൻ കഴിയും. കാരണം ഒരു ക്ഷേത്രം ഉയരുന്നതിന് എത്ര ഭയപ്പാടോടുകൂടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ പോകാതിരുന്നു കഴിഞ്ഞാൽ ഉപ്പ് വെച്ച കലം പോലെയാകും കർണാടക തൊട്ട് വടക്കോട്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ. കേരളത്തിലെ 20 സീറ്റ് കിട്ടിയ ലോക്സഭ ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കോൺഗ്രസിനും വ്യക്തമായി അറിയാം. ഏതായാലും രാഹുൽ ഗാന്ധി നല്ല മിടുക്കനായതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചടങ്ങുകളിൽ കോൺഗ്രസ് പങ്കെടുത്തില്ലെങ്കിലും രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകും, ചന്ദനം വാരി പൊത്തും, ഹിന്ദുവാണെന്ന് പ്രഖ്യാപിക്കും, രാമഭക്തനാണെന്ന് പറയും. ബാക്കിയുള്ള നേതാക്കളൊക്കെ ഏതായാലും അവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ക്ഷണിക്കാത്തതുകൊണ്ട് എത്തിയില്ലെങ്കിൽ പോലും മറ്റു പലരും എത്തും, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ. കാരണം അദ്ദേഹം ഒരു ഭക്തനാണ്, ഹനുമാൻ ഭക്തനാണെന്ന് പബ്ലിക്കായിട്ട് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. പിന്നെ അതിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് സീതാറാം യെച്ചൂരി മാത്രം. കാരണം സീതാറാം യെച്ചൂരിയുടെ പ്രസൻസ് ശരിക്കും അയോധ്യയ്ക്ക് ആവശ്യമില്ല, ദേശീയ രാഷ്ട്രീയത്തിലും ഇപ്പോൾ അപ്രസക്തമാണ്. കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പാർട്ടി, ഇല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിൻ്റെ മൂലയ്ക്കിരിക്കാൻ പോലും ആളില്ലാത്തൊരു പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ദേശീയ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് തന്നെ CPM പങ്കെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. CPM പങ്കെടുക്കാതിരുന്നാൽ അവർക്ക് കേരളത്തിൽ കുറേ നേട്ടമുണ്ടാകും. കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് കമൽനാഥിനെ പോലുള്ളവർ, ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ, അവർക്ക് രാമൻ്റെ പേര് പറയാതെ രാമനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ് ആർജവത്തോടെ ഒരു നിലപാട് തങ്ങൾ ഇനി അയോധ്യയ്ക്കില്ലെന്ന് നട്ടലുയർത്തി പറയാൻ കോൺഗ്രസിന് പറ്റുമെങ്കിൽ അതിന് അന്തസ്സുള്ളൊരു പാർട്ടി നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ നട്ടലുള്ളൊരു പാർട്ടി എന്ന് പറയാൻ കഴിയും. അതിനുള്ള കപ്പാസിറ്റി ഇന്ന് കോൺഗ്രസിനില്ല. ഇന്ന് കോൺഗ്രസിനെന്നല്ല, ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കഴിഞ്ഞു. ഉറഞ്ഞു തുള്ളിയിരുന്ന മമത, ജയ് ശ്രീരാം വിളിക്കുമ്പോൾ വലിയ രീതിയിൽ വയലൻ്റ് ആയിരുന്ന മമത പോലും അയോധ്യയ്ക്ക് ട്രെയിൻ സർവീസിനുള്ള അനുമതി നൽകി കഴിഞ്ഞു. അങ്ങനെ കാലം മാറുമ്പോൾ രാമൻ വളരെ പ്രൗഢിയോടുകൂടി അയോധ്യയിൽ ജ്വലിച്ചുയരുമ്പോൾ അതിൻ്റെ എല്ലാ നേട്ടവും BJPക്ക് തന്നെയാണ്. അവരതൊരു ആഘോഷമാക്കി മാറ്റുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പോരാട്ട വീഥികളിലൊക്കെ അനവധി ബലിദാനികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്ന പ്രവർത്തകർ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവർ, അംഗപരിമിതരായവർ, അങ്ങനെ അനവധി പേർ, അവരുടെ പ്രവർത്തകർ അവർക്ക് നഷ്ടമായിട്ടുണ്ട് പല രീതിയിലൊക്കെ. അങ്ങനെ ഒരു വലിയ പോരാട്ടം നടത്തി, യാതൊരു അധികാരവും ഇല്ലാത്തപ്പോൾ പോലും നിരന്തരം പോരാട്ടം നടത്തിയ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവരിപ്പോൾ വളരെ പ്രൗഢമായി തന്നെ ഈ രാജ്യം ഭരിക്കുമ്പോൾ, അവർ സ്വപ്നം കൊണ്ടൊരു കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അവരല്ലാതെ പിന്നെ ആര് സന്തോഷിക്കാനാണ്? പക്ഷേ രാമൻ്റെ ക്ഷേത്രം ഉയരുമ്പോൾ ഇന്ത്യയിൽ
ചിലയിടങ്ങളിലെങ്കിലും ചിലരെങ്കിലും ഭയചകിതരാണ്. അവർ പറയുന്നു ഹിന്ദു രാഷ്ട്രം എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ കാഹളമാണ് എന്ന്. അവരോട് പറയാനൊന്നേ ഉള്ളൂ, ഇത് കേവലം ഒരു രാമൻ മാത്രമാണ്. ഇനി വരാനുള്ളത് കാശിയും മധുരയുമാണ്. അങ്ങനെ കൂടെ വരുമ്പോൾ നിങ്ങൾ എന്തു പറയും? കാരണം ഈ രാജ്യത്ത് മാത്രമാണ് അയോധ്യ ഉള്ളത്. ഇവിടെ രാമന് ക്ഷേത്രം ഉയർത്താൻ കഴിയുകയുള്ളൂ, അല്ലാതെ മറ്റൊരിടത്തും ഉയർത്താൻ കഴിയുകയില്ല. എല്ലാ ദൈവങ്ങൾക്കും അവരുടേതായ ജന്മസ്ഥലമുണ്ട്. മക്കയും ജെറുസലേമും ഒക്കെ അങ്ങനെ അടയാളപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളാണ്. ഹിന്ദുവിന് ഈ അയോധ്യ മാത്രമേ ഉള്ളൂ. അവിടെ ആ ക്ഷേത്രം ഉയരുന്നത് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല, പകരം അവൻ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന, ഇല്ലെങ്കിൽ കടന്നു ചെല്ലാൻ പോലും കഴിയാതെ കമ്പി വേലി കെട്ടി തിരിച്ചിരുന്ന അവൻ്റെ രാമനെ ഒരു ക്ഷേത്രം പണിതുയർത്തി അതിൽ കൊടികൊള്ളിക്കുമ്പോൾ അവിടെ ഹിന്ദു അഭിമാനത്തോടെ പോകുന്നതും അവൻ ആ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിലും തെറ്റ് പറയാൻ കഴിയില്ല. അത് BJPക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാകുമെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് ക്രെഡിറ്റ് ശിവസേനയ്ക്കൂടെ കൊടുക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടൊരു പാർട്ടിയാണ് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി ശിവസേന. അവരെ ഈ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതൊരു നന്ദികേടായി പോകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും ഈ ക്ഷണിക്കുന്ന ഭാരവാഹികൾ അക്കാര്യം കൂടി ഓർക്കണം. ഇന്ന് ബാൽ താക്കറെ ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ രാഷ്ട്രീയം മാറി മറിഞ്ഞു പോയിരിക്കുന്നു. മതം മാറി മതേതരത്വത്തിലേക്ക് പോയി ഇന്ന് നിലയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഏതായാലും അതിൻ്റെ പങ്കിൽ ഒരു പങ്ക് ശിവസേനയ്ക്ക് തീർച്ചയായും ഉണ്ട്. ഏതായാലും ഒരു രാമനെ കണ്ട് ഭയക്കുന്നവർ ഓർക്കേണ്ടത് ഇനി രാമൻ മാത്രമല്ല, വരാൻ പോകുന്നത് കാശിയും മധുരയുമാണ്. അതും ഇതുപോലെ തന്നെ നടക്കും. വർഗീയ ലഹളകൾക്ക് ഈ രാജ്യത്തിന് സ്കോപ്പില്ല, കുത്തിത്തിരിപ്പിന് ഒട്ടും സ്കോപ്പില്ല. ഹിന്ദുവിനെ തള്ളിക്കളഞ്ഞ് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും പോകാൻ കഴിയില്ല. അതുതന്നെയാണ് ഇന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെള്ളം കുടിപ്പിക്കുന്നതും. രാമൻ ജയിച്ചു തുടങ്ങിയിരിക്കുന്നു, BJPയും ഇത് തന്നെയാണ്. ന്യൂസ് 9 അതിന് പോയിന്റ്. നന്ദി, നമസ്കാരം.